നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. 2023 ഫെബ്രുവരിയിലാണ് വ്യാജ LSD സ്റ്റാമ്പുകളുമായി ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടുന്നത്. പിന്നീട് 72 ദിവസത്തെ ജയിൽവാസം. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ആ വീട്ടമ്മയുടെ നിരപരാധിത്വം തെളിഞ്ഞത്. ഒടുവിൽ ആ വ്യാജ സന്ദേശം നൽകിയ ആളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയും സുഹൃത്തുമായിരുന്നു ഇതിന് പിന്നിൽ. കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. അതെ, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു. നമ്മുടെ റൂമിൽ കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് ഇത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കിടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ അവരെ സംശയിച്ചു. അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം, ഒന്ന് സമാധാനം പറയാം. അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോഴും അവിശ്വസനീയമാണ് ഷീല സണ്ണി അനുഭവിച്ച ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ. മരുമകളുടെ അനുജത്തി അവരുടെ സുഹൃത്തും ചേർന്ന് ഉണ്ടാക്കിയൊരു കള്ളക്കേസ്, അതിന് പിന്നാലെ 72 ദിവസത്തോളം ഒരു നിരപരാധിയായ വീട്ടമ്മയ്ക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. പിന്നീട് അവർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത് LSD സ്റ്റാമ്പ് അതൊരു വ്യാജമാണ്, ആ കേസ് ഒരു കള്ളക്കേസാണെന്നും വ്യക്തമായത്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവുകയാണ്. കഴിഞ്ഞ 1 വർഷമായി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ഒടുവിൽ ഈ വ്യാജ സന്ദേശം, ഈ ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ വ്യാജ ഈ LSD സ്റ്റാമ്പ് ഉണ്ട് എന്ന് സന്ദേശം നൽകിയ എക്സൈസിന് സന്ദേശം നൽകിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ്. ഈ നാരായണദാസും അതോടൊപ്പം ഈ ഷീല സണ്ണിയുടെ ബന്ധുവായിട്ടുള്ള യുവതിയും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അവർ ഈ കേസിലേക്ക് എത്തുന്നത്? ഇപ്പോൾ നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഭവത്തിൽ പ്രതിപട്ടികയിൽ വരുമോ? ടോം, ഈ കാര്യങ്ങൾ സംബന്ധിച്ച ഇപ്പോഴും ചില അവ്യക്തതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം അത് ഷീല സണ്ണിയും തന്നെയും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് തന്നെയാണ്. തന്നെ എന്തിനാണ് ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചത്? ഇവർക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായത്? തന്നെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ 72 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്, അത് കടുത്ത പകയും ശത്രുതയും ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ളൊരു കാരണം? അത് തനിക്ക് അറിയണമെന്ന് അവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ പുറത്തു വരേണ്ട ഒരു വസ്തുത. എങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ പേരുണ്ട്, എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നത് അടക്കമുള്ള കാരണങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ ഇവർ ഷീല സണ്ണി പറയുന്നത് പോലെ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് പോലെ, ഇതിൽ 2 പേർ എന്ന രീതിയിലേക്കാണ് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതൊന്ന് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവി ജോസ്, അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്തെന്ന് കരുതപ്പെടുന്ന ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന എരൂർ സ്വദേശിയായ ഇയാൾ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇത് ഇപ്പോൾ സംശയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസിനെതിരെ തന്നെയും ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ അടക്കം സമീപിച്ചിട്ടുണ്ട്. തങ്ങൾ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഈ 2 പേരും തന്നെ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ സത്യനാരായണ അടക്കം ഈ കാര്യങ്ങൾ ഇയാൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നെന്ന് ഇവരും ആരോപിക്കുമ്പോഴും ഇത് സംബന്ധിച്ച ഒരു ദുരൂഹത ഇതുവരെ മറനീക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം.
അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ എക്സൈസ് സംഘം പരിശോധിക്കുമ്പോൾ ഇവർ നടാടെയല്ല ഈ നമ്മൾ കരുതുന്ന പോലെ ഈ സ്റ്റാമ്പും മറ്റ് മാരക വസ്തുക്കളും ഒന്നും പിടികൂടുന്നത്. ഇത് കാണുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊരു പരിശോധനകൾക്കെല്ലാം തന്നെയും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ്. പിന്നീട് ഇത് വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുന്നു. വ്യാജമാണെന്ന് ലാബിൽ നടത്തിയ പരിശോധനയിലടക്കം മനസ്സിലാകുകയും ചെയ്യുന്നു. പക്ഷേ ആ പരിശോധനാ വിവരം പോലും പിന്നീട് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. അതിന് ഈ ഷീലാ സണ്ണി അടക്കം നിയമ പോരാട്ടം നടത്തിയതിനു ശേഷമാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടി വരുന്നത്. എക്സൈസ് സംഘത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം. ഏറ്റവും ഇവർ സത്യത്തിൽ ഈ ഷീലാ സണ്ണി അടക്കം ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിനടക്കം ഇതിന് പോകേണ്ടതാണ്. പല നിയമവിദഗ്ധരും അത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ആരുടെ പ്ലോട്ടാണ്? ഇവർക്ക് ഇത് സംബന്ധിയായ എന്ത് ലാഭമാണ് ഈ കേസ് സംബന്ധിച്ചായിട്ടുണ്ടായത്? ഒരാളെ ഈ വ്യാജ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നത് അത് തീർച്ചയായും അക്കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത് ഡാനി. കാരണം ഒരു വീട്ടിൽ തന്നെയുള്ള, അതായത് ഷീലാ സണ്ണി എന്ന വീട്ടമ്മയുടെ ഉറ്റ ബന്ധുവായിട്ടുള്ള അവരുടെ മരുമകൾ തന്നെ ഈ കേസിൽ പങ്കാളിയാകുന്നു. മരുമകളുടെ സുഹൃത്താണ് ഇതിന് പിന്നിലെന്ന് ഏകദേശം ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. കാരണം അവരുടെ സുഹൃത്തായിട്ടുള്ള ഈ മരുമകളുടെ അനുജത്തിയുടെ സുഹൃത്തായിട്ടുള്ള നാരായണദാസിനെയാണ് പോലീസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഷീലാ സണ്ണിയോട് ഇവർക്കൊരു പകയുണ്ടായിരുന്നത്? എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തില് ഈ മരുമകളോ അതല്ലെങ്കിൽ അവരുടെ അനുജത്തിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള സംശയമെങ്കിലും ഈ കുടുംബത്തിനുണ്ടായിരുന്നോ? ടോം, ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള കാരണങ്ങൾ, ഇപ്പോൾ ഇതിൽ ഏറ്റവും അടുത്ത കാരണങ്ങൾ എന്ന് അറിയാവുന്നത് ഷീലാ സണ്ണിക്ക് തന്നെയാണ്. അവർ പോലും ഇതിനൊരു വ്യക്തമായ ഒരു കാരണത്തിലേക്ക് അവർക്ക് പോലും ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പോലും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. വിദേശത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ ഒരു അവസാനവട്ട ഇൻ്റർവ്യൂവിലേക്ക് അടക്കം പോകാനിരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ തൻ്റെ കുടുംബത്തിന് ഈ വിദേശത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ജോലി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അഭിവൃദ്ധിയിൽ അസൂയ ചെയ്തതാകാം, അങ്ങനെ ആകാം എന്നൊരു നിഗമനത്തിലേക്ക് മാത്രമാണ് ഇവർക്കും എത്തി നിൽക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു വ്യക്തമായ ഒരു കാരണം ഇത് സംബന്ധിച്ച് ഇല്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ദുരൂഹത ഒരേ സമയം തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റ് ആർക്കും തന്നെ ഇതിൻ്റെ കാരണങ്ങൾ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തമായ ചോദ്യം ചെയ്യലില്ലാതെ കാരണങ്ങൾ പുറത്തു വരാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഈ നാരായണദാസിനെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതി അയാൾ കോടതി മുഖേന അയച്ച നോട്ടീസ് പ്രകാരം ഇയാൾ ഇവിടേക്ക് ഹാജരാകുന്നതിനടക്കം എത്തേണ്ടതുണ്ട്. പക്ഷേ അതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിൽ ഈ ഒരു പ്ലോട്ട് ആസൂത്രണം ചെയ്തു എന്ന് പറയുന്ന ഷീലാ സണ്ണിയുടെ മരുമകളുടെ സഹോദരി ഇവരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് അന്ന് സമീപിച്ചിരുന്ന ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്ത, പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കോടതി ഇടപെട്ട് തടയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. മറ്റെല്ലാവരെയും പോലെ തന്നെ ഇതിലേറ്റവും ഇത് അറിയേണ്ട ഒരാൾ ഷീലാ സണ്ണി തന്നെയാണ്. അവർക്ക് പോലും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിവരം ഇല്ല എന്നതാണ്. എന്തിനാണ് തന്നെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് തനിക്കറിയണം. അത് അവരുടെ അവകാശം തന്നെയാണ്. കാരണം 72 ദിവസത്തോളമാണ് നിരപരാധിയായ ഒരു സ്ത്രീ ലഹരി മരുന്നിൻ്റെ പേര് പറഞ്ഞ് കേസ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. സമൂഹ മധ്യത്തിന് മുന്നിൽ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു നല്ല പേരടക്കം ഇത് ഇങ്ങനെ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരി എന്ന ലേബലിലേക്ക് മാറ്റപ്പെടുകയുണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലൊരു അന്വേഷണം വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ നിലനിൽക്കുന്ന ഇത് സംബന്ധിയായ മുഴുവൻ ദുരൂഹതകളും മാറി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് അവരും ആവശ്യപ്പെടുന്നു. ഇതിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ. ടോം, ഡാനി, ആ രീതിയിൽ, കാരണം ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളാകാം. ഒരുപക്ഷെ മരുമകളെയും അവരുടെ അനുജത്തിയെയും ഈ ഒരു കള്ളക്കേസിൽ ഷീലാ സണ്ണിയെ കൊടുക്കാൻ പ്രേരിപ്പിച്ചതിരിക്കാം. പക്ഷെ എങ്കിൽ പോലും മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ഒരു സംഭവത്തില് ഷീലാ സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസിന് എന്തെങ്കിലും പങ്കുണ്ടോ? അവർ ഏതെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? കാരണം ഇത്തരമൊരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ഷീലാ സണ്ണിയെ അവർ നിരീക്ഷിച്ച ശേഷമാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അവരുടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഈ LST സ്റ്റാമ്പുകൾ കണ്ടെത്തിയതെന്നുമാണ് എക്സൈസിന്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് എക്സൈസിന് വീഴ്ച ഉണ്ടായിട്ടില്ല,
അവർക്കൊരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയി എന്നായിരുന്നു പിന്നീട് നൽകിയ വിശദീകരണം. ഇപ്പോൾ നിലവിലെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ എക്സൈസിന്റെ പങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, അതോ എക്സൈസ് സ്വാഭാവികമായി ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെന്ന് മാത്രമാണോ അവർ വിശദീകരിക്കുന്നത്? നിലവിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അതങ്ങനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു കാര്യവുമല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എക്സൈസ് സംഘം ഇതാദ്യമായിട്ടൊന്നുമല്ല LST സ്റ്റാമ്പ് കാണുന്നതും അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ കാണുന്നതും അത് പിടികൂടുന്നതുമല്ല. വളരെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, കാരണം ഇപ്പോൾ സാർവത്രികമായി തന്നെ പലയിടത്തും റെയ്ഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയുകയും ചെയ്യും. 12ഓളം സ്റ്റാമ്പുകൾ പിടികൂടിയെന്നാണ് പറയുന്നത്. ടോം, അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾ അന്വേഷണത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ വ്യക്തമായി കണ്ട കാര്യങ്ങൾ അതിൽ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ഇവർ ഈ എക്സൈസ് സംഘത്തെ കണ്ടപ്പോൾ വളരെ തിടുക്കത്തിൽ ഈ 12ഓളം സ്റ്റാമ്പുകൾ തിരികെ ബാഗിലേക്ക് വെക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും അവിടെ കിട്ടിയ ദൃശ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പറയുന്നുണ്ട്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലല്ല. അതായത് ഈ ഒരാളെ പിടികൂടുമ്പോൾ ഉണ്ടായ സംഭവങ്ങളും CCTV ദൃശ്യങ്ങളും ചേരുമ്പടി ചേരുന്നതല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഒരു തിടുക്കപ്പെടലോ അവർ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃശ്യങ്ങൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അതുമാത്രവുമല്ല, ഇതിൽ എക്സൈസ് സംഘം ആദ്യഘട്ടത്തിൽ അവർക്ക് പരിശോധനയിൽ മനസ്സിലായി ഇത് LSD അല്ല, സാധാരണഗതിയിൽ പിടികൂടുന്ന പദാർത്ഥമല്ല എന്നത് അടക്കം മനസ്സിലായി, മയക്കുമരുന്നല്ല എന്ന് മനസ്സിലായി. ഒപ്പം ഇതിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആകുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം പഴി തങ്ങൾക്കാണ് എന്ന് അവർ ഉറപ്പാകുമ്പോൾ പിന്നീട് ഷീലാ സണ്ണി നടത്തിയ നിയമ പോരാട്ടമാണ് ഇത് കൃത്യമായ രീതിയിൽ ഇത് വ്യാജമായ ഒരു പരാതിയായിരുന്നു, ഈ LSD സ്റ്റാമ്പുകളടക്കം വ്യാജമായിരുന്നു എന്നതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന അവർക്ക് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ പൊരുതേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടം തീർച്ചയായും എക്സൈസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയ അവരും ഇതിൽ ഉത്തരം പറയേണ്ട വസ്തുതകൾ തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ഇവർക്കിത് തുടക്കത്തിലുള്ള ഒരു പരിശോധനകളടക്കം മനസ്സിലായില്ല? ഇങ്ങനെ ഒരു ഫോൺ കോളിൽ കുടുങ്ങി ഒരു സ്ത്രീക്ക് ഇരുമ്പഴിക്കകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളുണ്ട്. അതിൽ ഒന്ന് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ തന്നെ, ഇത് ഉറപ്പിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്, കൃത്യമായൊരു പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തുടക്കത്തിൽ ഉണ്ടായില്ലേ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. അത് ഒരുപക്ഷെ ഷീലാ സണ്ണി ഇനിയും ഇതേപോലുള്ള നിയമ പോരാട്ടം തീർച്ചയായും LSD സ്റ്റാമ്പ് ലഭിക്കുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി കൃത്യമായി പരിശോധിക്കണമായിരുന്നു. ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഒരു LSD സ്റ്റാമ്പ് എക്സൈസ് പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും അത് വ്യാജമാണോ അത് ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും എക്സൈസിന് വേണമായിരുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഷീലാ സണ്ണി എന്ന വീട്ടമ്മയെ ഈ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഒരുപക്ഷെ ഉണ്ടാകണം. ക്രൈംബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ കേസിൽ ഈ കള്ളക്കേസിൽ കുടുക്കിയതിൽ പിന്നിൽ എക്സൈസിന് പങ്കുണ്ടോ എന്ന കാര്യവും വിശദമായി തന്നെ അന്വേഷിക്കണം. സ്പോട്ട് ലൈവിൽ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതര പരാതി. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ചതിന് പിന്നാലെ 5-ാം നാൾ മറ്റൊരു യുവതിയും ഗുരുതരാവസ്ഥയിലായി. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലെത്തിയത് കൈനഗരി സ്വദേശിനി അഞ്ജലിയാണ്. ശസ്ത്രക്രിയക്കിടെ ശ്വാസം കിട്ടാതായതായി യുവതി ന്യൂസ് 18 പറഞ്ഞു. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ WNC സംബന്ധിച്ച് ഗുരുതരമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കായി എത്തിയ പെൺകുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തൊരു കുടുംബമാണ് നമ്മളോടിപ്പം ഇന്ന് ചേരുന്നത്. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് പ്രമോദ്. എന്തായിരുന്നു ഭാര്യയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? സിസേറിയൻ, അതായത് ഫസ്റ്റ് രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി സിസേറിയൻ കഴിഞ്ഞെന്നാണ് ഒരു 10-2 കാണിക്കാൻ വന്നു. കൊച്ചിനെ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വൈഫിനെ കാണിച്ചിട്ടില്ലായിരുന്നു എന്നെ. വൈഫിനെ അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ടെസ്റ്റിന് എഴുതി തന്നവർ. അപ്പോഴും നമ്മളെ കാണുന്നില്ല.
എഴുതി തരികയും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഞങ്ങളിതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞും പിന്നെ ഇവരൊന്നും ഞങ്ങളിലേക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ 10 മണിക്ക് ശേഷവും ഡെലിവറി കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല? ഇല്ല, എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് അനസ്തേഷ്യ ഡോക്ടറും സിസേറിയൻ ചെയ്ത ഡോക്ടറും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ, ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നു, ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ജനറ്റിക്കായിട്ട് യാതൊരു പ്രശ്നമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്, യാതൊരുവിധ പ്രശ്നമില്ലാതാണ് പോയത്, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ പിന്നീട് എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല. ഇതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് നേരെ ICUയിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞൊരു 6, 6:30, 7 മണിയായപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയക് ഡോക്ടറിനെ കാണാൻ പറയുന്നു, ആനവാദിൻ്റെ അടുത്ത്. പേര് മോഹനൻ ഡോക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ചില പെണ്ണുങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കാം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടർ, ഈ സിസേറിയൻ ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും വണ്ടാനത്തോട്ട് കൊണ്ടുപോകുന്നു നോക്കിയോ, അതായിരിക്കും അവിടെ ഇത്തിരി കൂടി നല്ലതാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷേപമുണ്ടായ ആ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ. അനസ്തേഷ്യയാണ് പ്രശ്നമെന്ന് നിങ്ങളും സംശയിക്കുന്നു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാഞ്ഞൊരു കുട്ടിക്ക് പിന്നെ മേളിൽ ചെന്ന് അനസ്തേഷ്യ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ശ്വാസം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെ ഭാഗത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റ് ആളുകളോട് അവർ ഇതിനെയൊക്കെ വെറും ലാഘവത്തോടെ കാണുക. എല്ലാ ദിവസവും കാണുന്ന റെഗുലർ റൊട്ടീൻ പോലെ എനിക്ക് തോന്നിയത്. അവരിത് കണ്ട് ശീലിച്ച് കാർഡിയാക്കിൻ്റെ ഡോക്ടർമാർ വരുന്നു, നേരെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മരണം വരെ സംഭവിക്കാൻ പറ്റുന്നൊരു ചാൻസാണ്, നമുക്ക് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ചിലപ്പം ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്ന് പറയുന്നു. നമ്മളിക്ക് ഒരു വിളിച്ച് പിന്നെ അവിടുത്തെ ഡോക്ടറിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര ക്രിട്ടിക്കലിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർ എന്നെ കൊണ്ട് സൈനൊക്കെ ചെയ്ത് മേടിപ്പിച്ചായിരുന്നു, കാരണം അത്രയും മോശം സ്ഥിതിയാന്ന് പറഞ്ഞു. ഈ അലംഭാവം അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ചു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അവർ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. എങ്കിൽ അവർ വീണ്ടും ശ്രദ്ധ കാണിക്കല്ലേ വേണ്ടത്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു പ്രസ്ഥാനത്തെ ചീത്തയൊക്കെ വളരെ കുറച്ച് സമയം മതി. ഇത്ര ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്നേ, അവർക്ക് അതിൻ്റെതായിട്ട് യാതൊരുവിധ ഒരു എന്താ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ഇട്ടതിനെ സംബന്ധിച്ചൊക്കെ വൈഫ് പറയുന്നത് അത് വളരെ മോശമായിട്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു 7 സ്റ്റിച്ചൊക്കെയാണ് നോർമലി ഇടേണ്ടത്. 3-4 ഇട്ടിട്ടുള്ളൂ. അതുമല്ല നല്ലോണം അല്ലിട്ടിരിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കത്, ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം കിടന്നതിന് ശേഷം 10 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് അവസാനമാണ് ഇപ്പോൾ അഞ്ജലി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അഞ്ജലി വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണല്ലേ കടന്നുപോയത്? അതെ. എന്തായിരുന്നു ആ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഒരു അവസ്ഥ ഒന്ന് പറയുമോ? ശരിക്കും എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത്. ഏത് സമയത്ത്? ആ സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അനസ്തീഷ്യക്ക് ശേഷമാണോ ഈ പ്രശ്നം? അതെ, അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടൽ, സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ശ്വാസം മുട്ടലുണ്ടായത്. കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് രാവിലെ 10 മണിയോടുകൂടി ശസ്ത്രക്രിയ കഴിയുന്നു, അതിനുശേഷം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് അകത്ത് എന്തായിരുന്നു നടന്നിരുന്നത്? അകത്ത് എനിക്ക് ശ്വാസം മുട്ടൽ ആദ്യം വന്നു കഴിഞ്ഞ് അവര് അകത്ത് തന്നെയായിരുന്നു എന്നെ കിടത്തിയത്. ഇവരെയൊന്നും എന്നെ കാണിക്കുന്നൊന്നുമില്ലായിരുന്നു. പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അകത്ത്? അകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒബ്സർവേഷനിലായിട്ട് മാറ്റി അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവര് എന്നെ കാണിക്കുന്നത്. രാവിലെ 10 മണിക്ക് കഴിഞ്ഞ് 10:02 ആയപ്പോൾ കഴിഞ്ഞതായിരുന്നു എൻ്റെ സിസേറിയൻ. അത് കഴിഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് കിടത്തിയിരുന്നത്. അഞ്ജലി എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞ അവരോട്? എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവസ്ഥയിൽ തന്നെ ഇങ്ങനെ ബോധം പോകുന്ന അവസ്ഥയായിരുന്നു. ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ശ്വാസം മുട്ടൽ പോലെയല്ല, നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അന്ന് രാത്രിക്ക് വൈകുന്നേരം എനിക്ക് ചെറിയൊരു നെഞ്ചിന് ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പം ഗ്യാസ് ആണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ അല്ല, ഗ്യാസ് അല്ലായിരുന്നു, ഈ നെഞ്ചിന്റെ ആ വേരിയേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് വണ്ടാനത്തോട്ട് ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും വയ്യായിരുന്നു എനിക്ക്. അവിടെ ചെന്ന് നേരെ ഗൈനക്കിലോട്ട്. ശരണ്യ സ്നേഹം ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ആശുപത്രിയുടെ അനാസ്ഥയിൽ മരണം മുന്നിൽ കണ്ട ഒരു യുവതിയാണ് അല്പസമയം മുമ്പ് ശരണ്യയോട് സംസാരിച്ചത്. അവരിപ്പോഴും അതിന്റെ
നടുക്കത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരായിട്ടില്ല. കഴിഞ്ഞ ശരണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5 ദിവസത്തിനിടെ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഗുരുതരമായ രണ്ടാമത്തെ പരാതിയാണ്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടെ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി അവിടെ മരിക്കുന്നത്. ഇപ്പോൾ മരണത്തെ മുന്നിൽ കണ്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ യുവതി അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ശരണ്യ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഗുരുതരമായ പരാതി ഉയർന്നു വന്നത്. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ കഴിഞ്ഞ ദിവസം ഒരു യുവതി ആശുപത്രിയിൽ മരിച്ചിരുന്നു. ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലായ യുവതിയാണ് മരിച്ചത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ആരോപണമാണ് ഉയർന്നു വരുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിൽ എത്തിയത് കൈനഗിരി സ്വദേശിനി അഞ്ജലിയാണ്. അനസ്തേഷ്യയിലെ പിഴവാണ് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാക്കിയതെന്ന് അവരുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജനിലേക്ക്. ശരണ്യ, എന്താണ് ഈ കുടുംബം ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? ടോം, കഴിഞ്ഞ 24-നാണ് പ്രസവ ശസ്ത്രക്രിയക്കായി ഈ അഞ്ജലി WNC ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ശസ്ത്രക്രിയക്കിടയിൽ വെച്ച് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാവുകയുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 19-ന് ആശ എന്ന 31 വയസ്സുകാരി ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കായി എത്തിയതിനു ശേഷം അവിടെ വെച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 5 ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ അഞ്ജലി നമ്മൾ കുറച്ചു നേരത്തെ കണ്ട കുട്ടനാട് സ്വദേശിനിയായ അഞ്ജലിക്കും ഈ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ് ആശയുടെ മരണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ ആരോഗ്യമന്ത്രി അടക്കം ഇതൊരു അസ്വാഭാവിക സംഭവമാണ് എന്ന് പറഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അഞ്ജലി കഴിഞ്ഞ 24-നാണ് പ്രസവ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ എത്തുന്നത്. അനസ്തേഷ്യ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ്. അനസ്തേഷ്യയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ പിന്നീട് ശ്വാസമുട്ടലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. പ്രസവ ശസ്ത്രക്രിയയുടെ പകുതിക്ക് എത്തുന്ന സമയത്ത്, അതായത് ശസ്ത്രക്രിയ തുടങ്ങി കഴിയുമ്പോൾ ആ ശ്വാസ തടസ്സം വളരെ വലിയ തോതിൽ ആവുകയും പിന്നീട് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ഈ 2 കേസുകളിലും, അതായത് ആശയുടെ കേസിലാണെങ്കിലും അഞ്ജലിയുടെ കേസിലാണെങ്കിലും ഈ കൂടെ ഉണ്ടായിരുന്ന രക്ഷകർത്താക്കളെയോ ഭർത്താവിനെയോ ഒന്നും തന്നെ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവരത് പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് വൈകിട്ടാണ് 9 മണിയോടുകൂടിയാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തരമായി അഞ്ജലിയെ എത്തിക്കാനായുള്ള നിർദ്ദേശം നൽകുന്നത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യമായിരുന്നുവെന്ന് അഞ്ജലിയും ഭർത്താവ് പ്രമോദും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് അവർ എത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കാർഡിയാക് വിഭാഗം ICUയിലേക്കാണ് അഞ്ജലിയെ പ്രവേശിപ്പിച്ചത്. അപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. മാത്രമല്ല ആ കുടുംബത്തെ അറിയിച്ചത് അഞ്ജലിയെ ലഭ്യമാകും, അതായത് അഞ്ജലിയെ ജീവനോടെ തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് തന്നെയാണ് ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞത്. അത്തരം ഗുരുതരമായ സാഹചര്യത്തിലാണ് എത്തിയെന്നുള്ളതാണ്. ഈ 2 കുടുംബങ്ങളും ആരോപിക്കുന്നത് അനസ്തേഷ്യ വിഭാഗത്തിന്റെ പാളിച്ചയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അഞ്ജലിയും ആദ്യ പ്രസവം നടന്നത് സിസേറിയൻ ആയിരുന്നു. രണ്ടാമത്തെ പ്രസവവും അത്തരത്തിൽ ഈ സിസേറിയനിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം ഇവർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഇതിന്റെ കോംപ്ലിക്കേഷന്റെ ഭാഗമായി മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നത്തിലേക്ക് അഞ്ജലിയെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ടോം, നമുക്കറിയാം മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം മാത്രമേ ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കാറുള്ളൂ. സ്വാഭാവികമായും മെഡിക്കൽ ബോർഡ് കൂടി DMO അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണം നടത്തുമെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഡോക്ടർമാരുടെ ഭാഗത്ത് പാളിച്ച ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. ആ കേസ് തന്നെയായിരിക്കും എന്തായാലും ഈ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ തുടർ കേസുകളിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ മരിച്ച ആശയെ സംബന്ധിച്ചിടത്തോളം ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബം, അഞ്ജലിയുടെ കുടുംബം എവിടേക്കാണ് പരാതി നൽകിയിരിക്കുന്നത്? ആരോഗ്യവകുപ്പിൽ മാത്രമാണോ അതോ പോലീസിലും പരാതി നൽകിയിട്ടുണ്ടോ? മാത്രമല്ല ശരണ്യ, ഇതിനു മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആലപ്പുഴയിലെ ഈ ആശുപത്രിക്കെതിരെ തന്നെ മറ്റൊരു ആരോപണം ഉയർന്നു വന്നത്. ഈ കേസുകളിലൊക്കെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്?
ടോമി, ഇതിനകത്ത് ഈ ആശുപത്രികളെ സംബന്ധിച്ചുള്ള പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ ബോർഡ് കൂടിയെടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അവരറിയിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാം, കുറച്ചുനാൾ മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഗർഭാശയത്തിൽ നിന്നും അവിടെ ബയോപ്സി പരിശോധനയ്ക്കായി എത്തിയ സ്ത്രീക്ക് ആസിഡ് വീണ് പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലും പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബോർഡ് ഈ കഴിഞ്ഞ ദിവസം, അതായത് 19 മരിച്ച ആശയുടെ കേസിൽ പോലും ഇതുവരെ മെഡിക്കൽ ബോർഡ് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മെഡിക്കൽ ബോർഡ് ഡോക്ടേഴ്സും ഒപ്പം തന്നെ ഒരു ലീഗൽ ഒരു അഭിഭാഷകനും ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ഒരു ടീമാണ് ഈ മെഡിക്കൽ ബോർഡ്. അവർ പ്രധാനമായും ഇതിനകത്ത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സ്വാഭാവികമായും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഡോക്ടർമാർ കുറ്റക്കാരായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് ഈ ആസിഡ് വീണ് പൊള്ളലേറ്റ കേസാണെങ്കിലും ഇപ്പോൾ ആശയുടെ കേസാണെങ്കിലും ഒക്കെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസ് കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ. എഫ്ഐആറിലെ വകുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഇടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കേസുകളൊന്നും പിന്നീട് നമുക്കറിയാം, ആസിഡ് വീണ കേസിലും ഡോക്ടറെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടും അതിനകത്ത് പിന്നീട് ഒരു ഫോളോ അപ്സും ഉണ്ടായിട്ടില്ല. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആശയുടെ കേസിലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മെഡിക്കൽ ബോർഡിന് അപ്പുറത്തേക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ആ നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇതിൽ അനസ്തേഷ്യ നൽകിയതിനു ശേഷമുണ്ടായ കോംപ്ലിക്കേഷൻ ആണ് ഈ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പ്രസവ നിർത്ത ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ടായ കോംപ്ലിക്കേഷനാണ് ശ്വാസമുട്ടലിലേക്കും ഒപ്പം തന്നെ ആ മരണത്തിലേക്കും നയിച്ചതെന്നുള്ള ഒരു ഫൈൻഡിങ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുപക്ഷെ ആശയുടെ കേസിൽ ഗുണകരമായി മാറിയേക്കാം. അഞ്ജലിയുടെ കുടുംബം കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് അവർ ആശുപത്രിയിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് വന്നത്. കുട്ടിയെ പോലും 10 ദിവസമായി കാർഡിയാക് ഐസിയുയിൽ ഉണ്ടായിരുന്ന അഞ്ജലിയെ കാണിച്ചിട്ടില്ലായിരുന്നു. അത്ര ഗുരുതര സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവർ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. പരാതിയുമായി എത്തിയിട്ടില്ല. തീർച്ചയായും അവർ ആരോഗ്യവകുപ്പിനും ഈ പരാതിയുമായി ഈ കുടുംബം ആരോഗ്യവകുപ്പിന് അടക്കം സമീപിച്ചിരുന്നു. എന്ത് നടപടിയാണ് ഈ കുറ്റക്കാരായ ആരോപണ വിധേയരായ ഡോക്ടർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? അതോ സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക? സമാനമായ രീതിയിൽ, അതായത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ആശയുടെ കുടുംബത്തിനും ഉണ്ടാവുക? നമ്മളിന്ന് ആശയുടെ വീട്ടിൽ പോയിരുന്നു. ആശയ്ക്ക് 2 കുട്ടികളാണുള്ളത്. ഒന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഒന്ന് നഴ്സറിയിൽ പഠിക്കുന്ന 2 മക്കളാണുള്ളത്. ഭർത്താവ് വിദേശത്തായിരുന്നു. അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾക്ക് അമ്മ ഇല്ലാതായി എന്നുള്ളതാണ്. അവരെ അനാഥത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു പിഴവ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അതൊരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ആരോഗ്യവകുപ്പ് അങ്ങനെ, കാരണം പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയൊക്കെ നമുക്കറിയാം. ഒരു ദിവസം പോയി അത് കീഹോൾ ആണ് ചെയ്തത്. ഒരു ദിവസം പോയി തിരിച്ച് നമ്മൾ ഡിസ്ചാർജായി വളരെ പെട്ടെന്ന് മടങ്ങി വരുന്ന ശസ്ത്രക്രിയയാണ്. അത്തരം ഒരു ശസ്ത്രക്രിയയിലാണ് നൽകിയ അനസ്തേഷ്യയിൽ ഇത്തരം ഒരു പിഴവുണ്ടായത്. അത് അനസ്തേഷ്യയുടെ പിഴവ് തന്നെയാണ് എന്നുള്ള ആരോപണം ആ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിൽ അതേ പിഴവ് തന്നെയാണ് എന്നുള്ളതാണ് 5 ദിവസത്തെ വ്യത്യാസത്തിൽ അടുത്ത ശസ്ത്രക്രിയയിലും അത്തരം ഗുരുതരമായ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. 2 പേർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മരിച്ച ആശയ്ക്കും ഒപ്പം തന്നെ ഇപ്പോൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിയ അഞ്ജലിക്കും, ഇവർക്ക് 2 പേർക്കും ഒരു പ്രീവിയസ് ഹിസ്റ്ററി കാർഡിയാക് സംബന്ധിച്ച് ഒന്നുമില്ല. ഇതിനു മുമ്പും സിസേറിയന് വിധേയമായിട്ടുള്ള ആളുകളാണ് ഈ അഞ്ജലി ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ അവരുടെ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്ത് മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ ബോർഡിൽ ഇന്ന് വരെയും ആലപ്പുഴയിൽ തന്നെ നമ്മൾ അനാസ്ഥ കൊണ്ട് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ തന്നെയും മെഡിക്കൽ ബോർഡ് ഒരിക്കലും ഇവർക്ക് ആർക്കും പ്രശ്നമുള്ളതായി, ഒരു ഡോക്ടർക്കും പ്രശ്നമുള്ളതായി മെഡിക്കൽ ബോർഡ് കണ്ടെത്താറില്ല. അത്തരം ഒരു പ്രഹസനം എന്ന പോലെയാണ് ആരോഗ്യ വകുപ്പിന്റെ ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലെ ആശ എന്ന യുവതിയുടെ 2 മക്കൾ അനാഥരായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ്, ഗുരുതരമായ വീഴ്ച മൂലമാണ്. ഭാഗ്യം കൊണ്ടാണ് അഞ്ജലി എന്ന യുവതി രക്ഷപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവത്തോടെ ആണ് ആരോഗ്യവകുപ്പ് കാണേണ്ടത്. കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ನನ್ನ ಫೇಸ್ಬುಕ್ ತುಲೆ ಅವಿಜ್ಞಾನಿ ಫೇಸ್ಬುಕ್
కొంచెం పచ్చన్నా ನೀವು ಆಲೋಚನೆ ಮಾಡ್ಕೊಂಡು ನಾಳೆ ಮತ್ತವ್ರು ಹಿಡ್ಕೊಳ್ತಾರ ಅವ್ರು ಬಿಟ್ರೆ ಹಿಂಗೆ ಬಿಟ್ರೆ ಅವ್ರೆಂತಾದ್ರು ಹೇಳಿದ್ರೆ ನಾವು ಮೈ ಮುಟ್ಟಿದ್ವಿ ಅಲ್ಲ ನಾವು ಮೈ ಮುಟ್ಟಿದ್ವಿ ಹಾಕಿದ್ರೆ ಇನ್ನೂ ಬರ್ತದೆ ಮಾತಾಡುದಲ್ಲ ಹೇಳುದು മംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പനമ്പൂർ ബീച്ചിൽ മലയാളി യുവാവിനും യുവതിക്കും നേരെയാണ് സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമണമുണ്ടായത്. ഒരുമിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്ത സംഘം ഇരുവരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, നമുക്ക് പോലീസിന്റെ സാന്നിധ്യം പോലും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പോലീസിന്റെ മുന്നിൽ വെച്ചാണോ മംഗളൂരുവിലെ സദാചാര ഗുണ്ടകൾ മലയാളി യുവാക്കളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന പരാതി? പോലീസിന്റെ നടപടി എങ്ങനെ? ടോമെ, നമ്മുടെ അയൽ സംസ്ഥാനമായ പ്രത്യേകിച്ച് കാസർഗോഡ് അതിർത്തി പങ്കിടുന്ന മംഗളൂരുവിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പനമ്പൂർ ബീച്ചിൽ ഇന്നലെ വൈകിട്ട്, അതായത് മലയാളിയായ ഒരു യുവാവും ഒപ്പം കർണാടക സ്വദേശിനിയായ യുവതിയും കൂടി ഈ പനമ്പൂർ ബീച്ചിലെത്തിയതാണ്. ഈ സമയത്താണ് എന്തിനാണ് ഒരുമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് വലിയൊരു സംഘം, അതായത് 30ഓളം വരുന്നൊരു സംഘം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഏതായാലും ഈ കർണാടകയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ഇതിൽ ഇതര മതസ്ഥരായ ഒരാൾപ്പുറം ഇത്തരത്തിൽ തീരദേശത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടായത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ യുവതി ബാംഗ്ലൂർ സ്വദേശിനിയാണ്. മൽപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി മംഗളൂരുവിലേക്ക് എത്തിയതാണ്. ആ സമയത്താണ് തന്റെ സുഹൃത്തായ മലയാളി കൂടിയായ യുവാവിനെ കണ്ടുമുട്ടുന്നതും ഇയാൾക്ക് ഒരു സാഹിത്യ അവാർഡ് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സന്തോഷം പങ്കിടുകയും പിന്നീട് ബീച്ചിൽ ഇരുന്ന് ഇത്തരത്തിൽ സംസാരിക്കുകയും ചെയ്യായിരുന്നു. ഈ സമയത്ത് ഈ സംഘം വന്ന് ഇവരോട് വലിയ തോതിൽ ഇവർക്ക് നേരെ അസഭ്യ വർഷമൊക്കെ ചെറിയായിരുന്നു. ഈ യുവതിയും വലിയ തോതിൽ ചെറുത്തു നിൽക്കുന്ന അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രധാനമായും ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഈ സദാചാര ഗുണ്ടായിസം നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രധാനമായും കർണാടകയിലുള്ളത്. ഈ കുട്ടി വലിയ തോതിൽ ഇവരുടെ ചെറുത്തു നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ വാക്കുതർക്കം രൂക്ഷമായപ്പോൾ അവസാനം പനമ്പൂർ പോലീസിനെ യുവതി വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയപ്പോഴുള്ള ആ ദൃശ്യങ്ങളാണ് നമുക്ക് അതിൽ കാണുന്നത്. അപ്പോഴും ഈ സംഘം വലിയ തോതിൽ ഇവരോട് ബഹളം വെക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും 4 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. നാളുകൾക്ക് മുൻപാണ്, ആഴ്ചകൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ തന്നെ മലയാളി യുവാക്കൾക്ക് നേരെ, യുവതി യുവാക്കൾക്ക് നേരെ സദാചാര ഗുണ്ടാക്രമണം ഉണ്ടായത്. 2 മതവിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതാണ് അന്ന് ചോദ്യം ചെയ്യലിനും പിന്നീട് അക്രമത്തിലേക്കൊക്കെ വഴിമാറിയത്. നമുക്കറിയാം, ഈ സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റ ശേഷം അന്ന് പ്രഖ്യാപിച്ചതാണ് കർണാടകയിലെ സദാചാര ഗുണ്ടായിസത്തിന് പൂട്ടിടുമെന്ന്. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സദാചാര ഗുണ്ടകൾ, അക്രമികൾ അവിടെ അഴിഞ്ഞാടുന്നു. എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നത്? ടോമെ, വളരെ ശരിയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയത് തന്നെ പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം കർണാടകയിൽ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാണ്. അതിനുശേഷമാണ് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് സ്വദേശിയായ ഒരു യുവതി ഇത്തരത്തിൽ വിട്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ ഇതര മതസ്ഥനായ ഒരു യുവാവിനെ സംസാരിച്ചു എന്ന് പറഞ്ഞതിന് പേരിൽ വലിയൊരു സംഘം വന്ന് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ഇവരെ തിരിച്ചയച്ചത്. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക്
ശേഷം ഇപ്പോൾ മറ്റൊരു സംഭവം കൂടെ നടന്നിരിക്കുന്നു. അന്ന് പോലീസ് വ്യക്തമാക്കിയത് ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. പക്ഷേ പിന്നെയും വീണ്ടും ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം കർണാടകയിൽ ഉണ്ടാകുന്നു എന്നതിനെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇത്തരം കേസുകളിൽ വളരെ നിസ്സാരമായ വകുപ്പ് മാത്രം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പലപ്പോഴും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തോതിലുള്ള നിയമം മാറ്റി കർശനമായ നടപടിയെടുക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. എന്തായാലും ഈ 4 പേർക്കും പോലീസ് സ്റ്റേഷൻ ജാമ്യം തന്നെ നൽകിയിരിക്കുന്നു. കാരണം 25ഓളം പേരാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതേതായാലും തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ്. നേരെ തിരിച്ച് മറ്റു വിഭാഗത്തിൽ നിന്നും ഇത്തരത്തിൽ സംഭവമാണ്. ഇരു വിഭാഗക്കാരും ഇത്തരത്തിൽ ഒരു സദാചാര ഗുണ്ടായിസവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലാണ്, ഈ മംഗളൂരു ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്, തീരദേശത്താണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാകട്ടെ വളരെ കുറച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പെൺകുട്ടി ഇവരോട് കൃത്യമായ വാക്കുതർക്കത്തിന് ഏർപ്പെട്ടതുകൊണ്ടാണ് ഈ സംഭവം അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചതോടുകൂടിയാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. അല്ലാതെ തന്നെ ഒരുപാട് ഇത്തരത്തിൽ കേസുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കർണാടകയിലെ എല്ലാ ബീച്ചുകളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് സ്വദേശിനിക്ക് ഇത്തരത്തിലുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. എന്തായാലും കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത് നേരത്തെ BJP സർക്കാർ അധികാരത്തിലുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലൊരു കേസുകൾ സദാചാര ഗുണ്ടായിസം ഇനി കർണാടകയിൽ ഉണ്ടാകില്ല. അത് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത്. എന്നിട്ടും തുടർച്ചയായ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെയാണ് വലിയ ആശങ്ക ഉയർത്തുന്നത്. ഏതായാലും മംഗളൂരുവിനും പരിസരത്തും ഇതിൽ വലിയൊരു ആശങ്ക തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിലാണ് വീണ്ടും സദാചാര ഗുണ്ട ആക്രമണം ഉണ്ടായത്. ഇതോടൊപ്പം കോട്ടയത്ത് നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അമിത വേഗതയിൽ കാറോടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാക്കിയ യുവാവ് പിടിയിലായിരിക്കുന്നു. കോട്ടയം ചിങ്ങവനത്ത് അല്പസമയം മുമ്പ്, അതായത് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ യുവാവിന്റെ കാറിൽ നിന്നും കഞ്ചാവും സ്വർണ്ണാഭരണവും അടക്കം പിടികൂടിയിട്ടുണ്ട്. നിർത്താതെ പോയ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് തടയുകയായിരുന്നു. ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ കഞ്ചാവ് ലഹരിയിലാണോ ഇയാൾ ഈ അപകടം ഉണ്ടാക്കിയത്? ഈ പിടിയിലായ യുവാവിനെ കുറിച്ചും യുവതിയെക്കുറിച്ചും എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടുള്ളത്? ടോം, പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പോലീസ് അതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിടിയിലായാൽ കായംകുളം സ്വദേശിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കായംകുളം വൃന്ദാവനം വീട്ടിൽ അരുൺകുമാർ എന്ന പേര് പറയുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണോ പേരെന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമമായ സ്ഥിരീകരണം നൽകുന്നില്ല. ഇയാൾ മറ്റു ചില കുറ്റങ്ങളിൽ പെട്ട ഒരാളാണോ എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചുണ്ട്. ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഒപ്പം തന്നെ 5 ഗ്രാം കഞ്ചാവ് ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇയാൾ ഉപയോഗിക്കാനായി വെച്ച കഞ്ചാവായിരിക്കാം. അത് മാത്രവുമല്ല, അതായത് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു യുവതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഈ യുവാവിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇയാൾ 29കാരനാണെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത വരുത്തുന്നതേയുള്ളൂ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ചിങ്ങവനത്ത് അമിത വേഗതയിൽ ഈ വാഹനം ഓടിച്ചു പോവുകയും വിവിധ വാഹനങ്ങളിൽ തട്ടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസ് ഈ വാഹനം നാട്ടുകാരൊക്കെ തടയാൻ നോക്കിയപ്പോഴും അതിന് നിന്നില്ല. തുടർന്ന് പോലീസിൽ വിവരം ലഭിച്ചപ്പോൾ പോലീസ് അടിയന്തരമായി ഇടപെട്ട് സമീപത്തുണ്ടായിരുന്ന ഒരു ക്രെയിൻ റോഡിന് കുറുകെ വെച്ച് ഈ വാഹനം തടയുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇതിൽ ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ ഈ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്, പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്. ഒപ്പം യുവതിയെയും അവിടുന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പ്രത്യേകിച്ച് നാട്ടുകാർ വലിയ രീതിയിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഏറെ നേരം MC റോഡിൽ ചിങ്ങവനം മേഖലയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ കുറ്റകൃത്യം സംബന്ധിച്ചും തുടർ നടപടി സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പോലീസ് തുടർന്ന് വരുന്നതേ ഉള്ളൂ, നടപടികൾ തുടർന്ന് വരുന്നതേ ഉള്ളൂ. 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം ചിങ്ങവനത്തുണ്ടായത്. ടോം, ഈ അപകടത്തില് ആർക്കെങ്കിലും പരിക്കേറ്റിരുന്നോ? കൂടുതൽ എത്ര വാഹനങ്ങളിലാണ് ഇയാളുടെ വാഹനം ഇടിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു യുവതിയുടെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമല്ലോ ശ്രീജിത്ത്. ഈ
യുവതിയും ഈ ലഹരി സംഘത്തിൽ പെട്ടതാണോ? ടോം, ഇതൊരു ലഹരി സംഘം എന്ന് പറയാനാകുമോ എന്ന് നമുക്കറിയില്ല. സാധാരണ ലഹരി കടത്ത് സംഘം അങ്ങനെയൊക്കെ പറയുമല്ലോ. ലഹരി ഇയാൾ ഉപയോഗിച്ചിരുന്നു. ആ വാഹനത്തിൽ നിന്ന് 5 ഗ്രാം ലഹരി മാത്രമാണ് കണ്ടെടുത്തത്. അത് ഒരുപക്ഷെ ഇയാൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ലഹരി ആയിരിക്കാമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതല്ലാതെ കൂടുതൽ ഈ 5 ഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ വലിയൊരു കഞ്ചാവിൻ്റെ കാര്യത്തിൽ വലിയൊരു അളവല്ല. അത് ജാമ്യം ഒരു പക്ഷേ കിട്ടാവുന്ന വകുപ്പായി തന്നെ നിൽക്കുമായിരിക്കാം. പക്ഷെ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഉള്ളത് എന്ത്, ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഈ യുവതി ലഹരി ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല വാഹനങ്ങളിലും തട്ടി അമിത വേഗത്തിൽ പോയി എന്നുള്ളതാണ് വിവരം. കൃത്യമായ വാഹനങ്ങളുടെ കണക്കടക്കം ഇനിയും വരേണ്ടതുണ്ട്. ഇത് അല്പസമയം മുമ്പ് നടന്ന സംഭവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്രയും കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഇനിയും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ടോം, ശ്രീജിത്ത്, എത്രത്തോളം ഗൗരവത്തിലാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്? കാരണം ഇതിൽ വെറും ഒരു വാഹനാപകട കേസിനപ്പുറം ഇതിനകത്ത് ഈ കഞ്ചാവ് കൂടി ഇതിന്റെ ഈ വാഹനത്തിൽ നിന്നും, ഇയാളുടെ കാറിൽ നിന്നും പിടിച്ചെടുത്ത സാഹചര്യത്തിൽ പോലീസ് ഏത് രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നത്? ഏതെങ്കിലും ലഹരി ഇടപാടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ സ്വർണം എങ്ങനെയാണ് വാഹനത്തിൽ വന്നത്? യുവതിയുടെ സ്വർണമാണോ, അതോ ഇവരേതെങ്കിലും ഇത്തരം സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ടതാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ ഇവരെ പിടികൂടിയിട്ട് 1 മണിക്കൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? കൂടുതൽ വിവരം ലഭ്യമായിട്ടില്ല ടോം. അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഇവർ പറയുന്ന മൊഴി മാത്രം വിശ്വസിച്ച് ഒരു അന്തിമമായ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സംബന്ധിച്ച് കഴിയില്ലല്ലോ. അവര് അതിൻ്റെതായ പരിശോധനകൾ നടത്തിയപ്പോൾ കായംകുളം പോലീസിലടക്കം അന്വേഷണം നടത്തിയായിരിക്കും ഇതിലൊരു തുടർ നടപടികൾ ഉണ്ടാകുക. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ സ്വർണമൊക്കെ കണ്ടെത്തിയത്, അത് എത്ര സ്വർണമുണ്ട്, ഈ സാധാരണഗതിയിൽ ആഭരണത്തിൽ ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങളെ കൂടാതെ സ്വർണം അതിൽ സൂക്ഷിച്ചിരുന്നു, വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു. ആ വാഹനത്തിൽ നിന്നാണ് അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും അതിലൊക്കെ വ്യക്തത വൈകാതെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. 1 മണിക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ചിങ്ങവനം മേഖലയിൽ MC റോഡിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും എല്ലാ സംശയങ്ങളും അതെല്ലാം ദൂരീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചിങ്ങവനം പോലീസ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. CI പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്താണ് എത്തിയിരുന്നു. കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. KSEB ജീവനക്കാരൻ മുഹമ്മദ് റാഫി, ചിറ്റാർ സ്വദേശി സജാദ് സലീം, DYFI പ്രാദേശിക നേതാവ് ജോയൽ തോമസ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. പീഡിപ്പിക്കുകയും നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. സംഭവത്തിൽ 16 പേർ പ്രതിപട്ടികയിലുണ്ട് എന്നാണ് വിവരം. ശശി നാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശശി, എങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്? ഇത് ഈ 16 പേർ പ്രതിപട്ടികയിലുണ്ടെന്ന് പറയുന്നത് എങ്ങനെ, ഏത് കാലയളവിലാണ് ഇത് ഈ പീഡനം, ഈ പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. KSEB ജീവനക്കാരൻ ആങ്ങമൂഴി സ്വദേശിയായ മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ചിറ്റാർ സ്വദേശി സജാദ് സലീം, DYFIയുടെ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് എന്നിവരാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് ഈ ജോയൽ തോമസിനെ ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. 2 പേരെയാണ് നിലവിൽ, മുഹമ്മദ് റാഫിയെയും സജാദിനെയുമാണ് റാന്നി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ജോയൽ തോമസിനെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി, ഒരു പ്രതി കൂടി ഈ കേസിലുണ്ട്. മൊത്തത്തിൽ 16 പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ നിലവിലുള്ളത്. പെൺകുട്ടിയെ പീഡിപ്പിക്കുക മാത്രമല്ല, നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും അത് മൊബൈൽ ഫോൺ വഴിയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും 2001 മുതൽ ഈ പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നു. ഇത് പലപ്പോഴും സ്കൂളിൽ പോകാൻ കഴിയാതിരിക്കുകയും സ്കൂളിൽ പോകുന്നതിന് മടി കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന്
അധ്യാപകർ വിവരം അറിയിച്ചിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലിലാണ് പെൺകുട്ടി പീഡന വിവരം പറയുന്നത്. തുടർന്നാണ് പോലീസ് ഇതുമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്നത്. ആ 16 പേരോളം സംസ്ഥാനത്തിന്റെ, അതായത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലുള്ള പ്രതികളാണ് ബാക്കിയുള്ളവരെ. ഇവർക്കുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ക്രൂരമായ ഒരു പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ട്. പോക്സോ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ ബലാത്സംഗം, അതുപോലെ തന്നെ അനധികൃതമായി തടവിൽ വെക്കുക, ഒപ്പം ഈ കുട്ടിയെ പീഡിപ്പിക്കുക എന്നീ കേസുകൾ, വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തിട്ടുള്ളത്. ശശി, നമുക്കറിയാം ഈ കേസിൽ നിലവിൽ പിടിയിലായവർ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവുണ്ട്, KSEB ജീവനക്കാരനുണ്ട്, 16 പേർ പ്രതിപ്പട്ടികയിലുണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും ഉന്നതർക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ? എങ്ങനെയാണ് നിലവിൽ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത്? സെക്സ് റാക്കറ്റുകൾ അടക്കമുള്ള സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോം, പോലീസ് ഇത് വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം കേസിന്റെ ഒരു വ്യാപ്തി എത്രത്തിലാണ്. 2001 മുതൽ ഈ 16-കാരി +1 വിദ്യാർത്ഥിയാണ് പീഡിപ്പിക്കപ്പെട്ട ഒരു വാർത്ത അറിഞ്ഞ നിമിഷം തൊട്ട് തന്നെ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിപ്പട്ടികളുടെ ആളുകളുടെ പേരുകൾ തന്നെ വരുന്നതനുസരിച്ച് 16ഓളം പേരുകളാണുള്ളത്. അതിൽ ഡിവൈഎഫ്ഐയുടെ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് അടക്കം, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ വരെ ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേസ് വളരെ വിപുലമായ രീതിയിൽ വിശദമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പം നിലവിൽ 4 പ്രതികളാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. അതിൽ 2 പേരെ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ജോയൽ തോമസിനെ ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. മറ്റൊരു പ്രതി എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ജുവനൈലായിരിക്കും ഒരുപക്ഷെ. അത്തരം നീക്കമാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 16ഓളം പ്രതികളുണ്ട്. അതായത് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലടക്കമുള്ള പ്രതികളാണ്. അത് ദിവസങ്ങളോളം 2001 മുതൽ 2021 മുതലാണ് ഈ പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായത്. പെൺകുട്ടിയുടെ പിതാവ് ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയാണ്. പിന്നീട് മാതാവും വിദേശത്താണ്. ഒപ്പം അതുകൂടാതെ തന്നെ പ്രായമായ ഈ മാതാപിതാക്കളുടെ അച്ഛനമ്മമാരുടെ കൂടാണ് ഈ കുട്ടിയുള്ളത്. ഈ കുട്ടിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇവർ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. ആ കൗൺസിലിനിടെയാണ് പെൺകുട്ടി ഇത്തരം ഒരു മൊഴി കൃത്യമായി പോലീസിന് നൽകുകയും തുടർന്ന് അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുകയായിരുന്നു. എന്തായാലും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് ആളുകൾ ഇതിനകത്ത് സെക്സ് ആക്ട് പോലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം കൂടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തിയ ആ സമയം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് കൃത്യമായി നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായിരിക്കുന്നത്. 12 പേർ ഒളിവിലാണ്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.